ഞങ്ങൾ ഇപ്പോൾ ലോകകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണുന്നത് ജോർജ്, നമുക്കിവിടെ ഇപ്പോൾ ഈ റോഡിൽ ഞാൻ പറഞ്ഞില്ലേ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ ഇത് രാവിലെ വെളുപ്പിന് നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തെന്നറിയോ? ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ഇത്. ഞാൻ ഏത് വിദേശ രാജ്യത്ത് പോയാലും ഞങ്ങൾ നടക്കാൻ പോകാറുണ്ട് രാവിലെ. പക്ഷേ ഇവിടെ ആദ്യം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു വൃത്തികേടെന്ന് പറയുന്നത് എന്തെന്നറിയോ? ഈ നായ്ക്കളെ, വളർത്തു നായ്ക്കളെ ആളുകൾ കൊണ്ടുവന്നിട്ട് കേട്ടോ, അതിൻ്റെ പ്രഭാത കൃത്യം നിർവഹിക്കാനായിട്ട് റോഡിൽ കൊണ്ടുവന്നാക്കാൻ സൈഡിൽ കൊണ്ടുവന്ന് പിടിച്ചോണ്ട് നിൽക്കും. ഇല്ല, പശുവിനെ നമ്മൾ പുല്ല് തീറ്റിക്കാൻ നിർത്തത്തില്ല, ഇതുപോലെ ഇത് നിൽക്കും. എന്നിട്ട് അവിടെ നാശമാക്കിയിട്ടാണ് പോവുകയാണ് ഇത് ചെയ്യുന്നത്. ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ റോഡിൽ പിന്നെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോൾ റോഡിന്റെ മധ്യത്ത് ഇതൊക്കെ ചെയ്തു വെക്കാതാണ്. ഇവിടെ ഇതൊന്നും ചോദിക്കാനോ നോക്കാനോ ഒന്നും ആരുമില്ല. ഇവിടെ ആരും അത് ആരും കൺട്രോൾ ചെയ്യാറില്ല. ഇത് ചോദിക്കാൻ പോയാലും പ്രശ്നമാവും. കാരണം ഇതെന്തോ ചോദിക്കാൻ, റോഡെന്ന് പറയുന്നത് അവൻ്റെയൊക്കെ ഓരോ സ്വന്തം വകയായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പബ്ലിക് പ്രോപ്പർട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് ഞാൻ സ്വിറ്റ്സർലൻഡിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഈ പോയേക്കുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ ഒരു ഭാഗത്തും ഞാൻ ഈ വൃത്തികേട് കണ്ടിട്ടില്ല. ഈ നായ്ക്കളെ ഇതുപോലെ കൊണ്ടുവന്ന് ഈ കാര്യത്തിന് റോഡ് നിർത്തി ഞാൻ കാണാറില്ല. നിർത്തിയാലേ അതിങ്ങനെ ഒരു സാധനം അവിടെ കാണത്തില്ല. എന്തായാലും അത് അവിടെ ഉള്ള സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നായ്ക്കളെ നമ്മളിപ്പം സിറ്റിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക് പ്ലേസിൽ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ അതിനൊരു പ്ലാസ്റ്റിക്കിന്റെ കവറും വെച്ച പാക്കറ്റ്, അത് ആ പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തിട്ട് ഈ പട്ടിയുടെ കാഷ്ടം അത് എടുത്തിട്ട് അത് അതിനകത്ത് തന്നെ നിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ പാടില്ല എന്നുള്ളത്. അത് വളരെ ഇതായിട്ട് വളരെ ഓഫ്കോഴ്സ് ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ എന്നാലും ഒരു 99% ആൾക്കാരും അത് ചെയ്യുന്നു. എന്നാലും ഞാൻ അനിമൽ വേസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. വളരെ ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ റോഡിൽ ചാണകം കേട്ടോ, ഇതേപോലെ ഈ പട്ടിയുടെ ഈ വേസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാറുണ്ട്. പക്ഷേ അതിന് തന്നെ ഏറ്റവും വലിയൊരു ബോധവൽക്കരണമല്ലേ വേണ്ടത്? ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമല്ല, തീർച്ചയായിട്ടും ലോക്കൽ ബോഡീസ് ചെയ്യേണ്ട കാര്യമായിരുന്നു അല്ലേ? നമുക്കിവിടെ ആണെങ്കിൽ കോർപ്പറേഷൻ ചെയ്തോണം, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയ്യണം. ഇതുപോലെ ഓരോ സ്ഥലത്തും ഇത് വെക്കണം. വെച്ചിട്ട് ഈ പട്ടിയെ കൊണ്ടു നടക്കുന്നവൻ ഇത് കോരാനുള്ള സാധനം കൂടെ കൊണ്ടു നടക്കണം. അതെ അല്ലേ? പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആനിമൽസിനോട് വളരെ എന്നാ പറയുക, നമ്മളുടെ ഒരു സ്വന്തം മക്കളെ പോലെ അവർ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരവർ. അതെനിക്ക് വന്ന് മീൻസ് എനിക്കത് ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ച് പോയി, മീൻസ് എന്തൊരു കെയറാണ് അവർ ഈ ആനിമൽസിനോട് കൊടുക്കുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കാണുവെച്ചിട്ടുണ്ടെങ്കിൽ പട്ടീനെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ആൾക്കാർ കണക്കാക്കിയിട്ട് ഒരു കൂടുണ്ടാക്കി അതിനകത്ത് കൂടുതൽ അടച്ചിട്ട് ഇങ്ങനെ പട്ടീനെ എരിയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്നാണ് ഞാൻ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞ് അത് അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് കുരയ്ക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പം പട്ടി കുരയ്ക്കുക എന്നുള്ളത് ഇവിടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് അവിടെ പട്ടി ഒരു സ്വന്തം വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അവർ പെരുമാറുന്നത്. അവർ അത് കെയർ ചെയ്യുന്നത്. ആ പട്ടി അവരുടെ വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ആ പട്ടിക്ക് ഒരു ചെറിയൊരു കിടക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ചെയ്യും. അതല്ലാതെ വേറെ കൂട്ടിലിട്ട് വളർത്താനായിട്ട് അവിടെ ഒരിക്കലും പറ്റില്ല. പട്ടിക്ക് അതിൻ്റെതായ അല്ലെങ്കിൽ പെറ്റ് ആനിമൽസിന് അതിൻ്റെതായ ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം അതുകൊണ്ടാണ് അത് വളരെ ഒരു നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആനിമൽസിനും അവർക്കും അവരുടേതായ ഒരു ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് അവർക്ക്. ആ റൈറ്റിനെ നമ്മൾ കർബ് ചെയ്യണം. അവരത് ഒരു പെറ്റ് ആനിമൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്നാ പറയുക, നമ്മളുടെ കൂടുതൽ വളരേണ്ട ഒരു ആനിമലിനെ ഒരു പൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ആ പട്ടി ബാർക്ക് ചെയ്യുന്നത്. ആ പട്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും പട്ടി ബാർക്ക് ചെയ്യാൻ പാടില്ല. ബാർക്ക് ചെയ്യുവാണെങ്കിൽ അപ്പം തന്നെ അതൊരു കുറ്റമാണത്. അത് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നു കഴിഞ്ഞിട്ട് അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ, ജോർജ്, സ്വീഡനിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹാരിസ്, ജോർജിനോട് അറിയാം, ഒന്നിച്ച് അവിടെ പോയിട്ടുണ്ട്, ഓപ്പനേക്കൻ്റെ നമ്മളെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരിക്കൽ അയാളൊരു കാര്യം പറഞ്ഞു, അവിടുത്തെ ഡൈവോഴ്സിന്റെ കാര്യത്തിനെ കുറിച്ച് അയാൾ പറഞ്ഞു. ഒരുപാട് ഡൈവോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയോ? ഈ പട്ടികളാണ് പലപ്പോഴും. നീ എൻ്റെ പട്ടിയെ നോക്കിയില്ല എന്ന് ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഭർത്താവ് പറയും നീ എൻ്റെ പട്ടിയെ കെയർ ചെയ്തില്ല, നോക്കില്ല. ഈ പട്ടിയുടെ കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അത്ര ശരിയാണ്. അവരവരുടെ സ്വന്തം മക്കളെ കഴിയും അല്ലെങ്കിൽ സ്പൗസിനെ കഴിയും കൂടുതൽ ഗവനിക്കുന്നതെന്ന് പറയുന്നത് ഈ ഡോഗിനെയാണ്. ഇതിനെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തമാണ്. അതിനെ ഒരല്പം മൈൻഡ് ചെയ്തില്ല, നോക്കിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഡൈവോഴ്സ് നടക്കാറുണ്ട്. ഇതേ റീസൺ.
പട്ടിയുടെ പേര് ഡൈവേഴ്സ് നടക്കും, കുട്ടിയുടെ പേര് നടക്കത്തില്ല. Correct. കുട്ടികളെ കഴിയും അവർ നോക്കുന്നത് പട്ടികളെയാണ് എന്ന് അയാൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർക്കുക. പക്ഷെ അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ്, പെറ്റ് ആനിമൽസിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് നമ്മൾ എന്നാ പറയുക, നമുക്കതൊരു മാതൃകയാണ് അത് ശരിക്ക്. കാരണം ഇവിടെ അത് കാരണം ആനിമൽസ് ശരിക്ക് സഫർ ചെയ്യുവാണ്. അത് ഒരു മേജർ പെർസെൻറ്റേജ്. അതെന്താ അറിയോ, ഇവിടുത്തെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. അവിടെ ആ രീതിയിൽ പെറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് അവർ വളർത്തുന്നത്. പെറ്റ് അനിമൽസ്. ഇവിടെ പെറ്റ് അനിമൽസ് നമ്മൾ പേര് പറയും, പക്ഷെ ഇവിടെ വേണ്ട എന്താണെന്നറിയോ, ഒരുത്തന്നെ വീട്ടിന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കടിച്ച് കീറണം. അതെ അതെ. അതിനു വേണ്ടി ഇതിനെ എക്വിപ്പ് ചെയ്യാണ്. അതാണ് ഈ കുരയ്ക്കാനും ഒക്കെ. ഇതിനെ മനുഷ്യനെ കാണാതെ വളർത്തി കഴിയുമ്പോൾ ഇത് വൈൽഡ് ആനിമൽ പെറ്റല്ല. ഇവിടെ പെറ്റല്ല. ഇവിടെ നായ്ക്കളെ വളർത്തുന്നവര് ഇവിടെ പെറ്റെന്ന് അയാൾ പറയുന്നതേ ഉള്ളൂ, പക്ഷെ പെറ്റായിട്ടല്ല. ഇവിടെ അവർ വൈൽഡ് ആനിമൽസ് ആയിട്ട് മാറ്റുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമാണത് ആ കാണുന്നത്. അപ്പൊ അവർ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇതൊന്ന് മാറണം നമുക്ക്. ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ നായ്ക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഇവിടെ സ്ട്രേ ഡോഗ്സ് കാണത്തില്ല. അതിന് സ്ട്രേ ഡോഗ്സിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ റാബിസ് വാക്സിൻ വേണ്ടി വരത്തില്ല. അതെ ശരിയാ, കറക്റ്റാ. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു റീസെന്റ് ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ വെച്ചാൽ, എൻ്റെ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സ്വിസ്സുകാരനാണ്. അപ്പം ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, അപ്പം എന്തുകൊണ്ട് വിശേഷങ്ങൾ, ഒരു വീക്കെൻഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് അല്പം ബിസി ആയിരുന്നു. അപ്പം പുള്ളി ഒരു പൂച്ചേനെ വളർത്തുന്നുണ്ട്. ഈ പൂച്ച സിക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൂച്ചേനെ പുള്ളി ഇതിൻ്റെ ഈ ആനിമൽ സെൻറ്ററിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ പൂച്ചയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് ഒരു ഹൈ ലെവലിലേക്ക് പോയി. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഈ നമ്മൾ ഡയബറ്റീസ് ഇത് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഹൈ ഡോസസ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കണം. അപ്പോൾ പുള്ളി അതിന് തയ്യാറായി. അതെല്ലാം അതിന് ഇൻഷുറൻസ് ഒന്നുമില്ല, അതെല്ലാം പോക്കറ്റിൽ നിന്ന് പോകുന്നത്. അപ്പം അതിന് പുള്ളി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു $1,000 ഈ ഡയബറ്റീസിൻ്റെ ഒരു ഇത് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം നമ്മളാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ കൾച്ചറിൽ വെച്ചിട്ട് മനുഷ്യന് ചെയ്ത് കൊടുക്കത്തില്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പുള്ളി ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട്. ഇപ്പം ബെറ്ററായി, ഇപ്പം വളരെ ഒബ്സർവേഷനിലാണ് പൂച്ച. പക്ഷെ ആ പൂച്ച 12 വർഷം പ്രായമായിട്ടുള്ള പൂച്ച ചെയ്തത്. അപ്പം അതും പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഗേൾഫ്രണ്ടിൻ്റെയും ഏറ്റവും ഒരു എന്നാ പറയുക, ഒരു വൈകാരികമായിട്ടുള്ളൊരു ആനിമലാണ്. അപ്പോൾ അത് അവർ അങ്ങനെ ആണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അതൊരു എക്സാമ്പിൾ പറയുന്നതോ. അപ്പോൾ അതാണ് അവരുടെ അപ്രോച്ച് അങ്ങനെയാണ് ഈ പെറ്റ് ആനിമൽസിനോട്. അതിനെ അവര് ഞാൻ പറഞ്ഞില്ലേ, അവര് മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെ സ്നേഹിക്കും. കാരണം ഈ അനിമൽസ് എന്ന് പറയുന്നപ്പോൾ നമുക്ക് അതിന് സംസാരിക്കാൻ ഒക്കുന്നില്ല. അതിന് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ചെയ്യാറുണ്ട്, എങ്കിലും ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് അവരതിനെ യഥാർത്ഥ പെറ്റ് അനിമൽസ് ആയിട്ട് കണക്കാക്കുന്നത്. ആ ഒരു സംസ്കാരം നമുക്ക് യഥാർത്ഥം ഇവിടെ വരണം. കാരണം ഇതിനെ വളർത്തി കഴിഞ്ഞാൽ അതിനെ സ്നേഹിക്കാനെ നമ്മളൊന്ന് പഠിക്കണം. പക്ഷെ അതിപ്പോ മാറി വരുന്നുണ്ട് ജോർജ്. കാരണം ഇപ്പൊ അടുത്ത ഈ സമയത്ത് ഇവിടെ നമ്മുടെ എൻ്റെ ഈ അസോസിയേഷനിലെ റെസിഡൻസ് അസോസിയേഷനിലെ അതിൻ്റെ നേതൃത്വ നിരയിലിരിക്കുന്ന ഒരു ലേഡി, ശ്രീമതി മിനി ഒരു ലേഡിയായിട്ട് ഇവിടെ വന്നു കേട്ടോ. അവർ വളരെ വറീഡായിട്ടാണ് വരുന്നത്. എന്നിട്ട് വന്ന് ഇവിടെ പറഞ്ഞ് ബെല്ല് കഴിച്ചു. ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ പറഞ്ഞ്, സാർ ഒരു ചാര നിറത്തിലുള്ള ഒരു പൂച്ചയെ കണ്ടോ, ഒരു പ്രത്യേക വലിയ രോമമൊക്കെ ഉള്ള ഒരു പൂച്ച. അപ്പോൾ ഞാൻ അതിനെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് സാർ, അതിനി വരുന്നെങ്കിൽ ഒന്ന് പറയണേ. അത് അതിനെ ഒരു പേരും പറഞ്ഞു, തക്കുടു എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും ആണെങ്കിൽ അതാണ്. അപ്പൊ ഇത് എന്തെന്നറിയോ, അത് വരാൻ കാര്യം കൂടെ വന്ന ലേഡിയില്ലേ, അവരുടെ ഹസ്ബൻഡ്, അവരുടെ പൂച്ചയാണത്. അത് വെളിയിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് അത് ഇങ്ങനെ തിരിച്ചു വരാറുണ്ട് സാധാരണ. പക്ഷെ ഇപ്രാവശ്യം 4-5 ദിവസമായി വന്നില്ല. അവരുടെ ഹസ്ബൻഡിന് അറ്റാക്ക് വന്നു ഇതിന്. ഈ കാര്യം അയാളെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടാണ് ഇവർ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞത് ഉണ്ട്, അങ്ങനെ സ്നേഹിക്കാൻ ഇവിടെ ഉള്ളവർക്ക് അറിയാമെന്നുള്ളത് എനിക്ക് അതൊരു തെളിവായിട്ട് മാറി. അത് ആ കാര്യം ഏതായാലും അതൊരു ഒരു നല്ല ഒരു സിഗ്നലായിട്ട് എനിക്ക് തോന്നി. അതിനി അങ്ങനെ വരട്ടെ. നമ്മള് ഇപ്പൊ ഇത് പിന്നെ മനുഷ്യരോടുള്ള പെരുമാറ്റം ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ വഴിയിൽ നടക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ കുറച്ച് പേരെ ഏർ പിടിച്ചൊക്കെ നടക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ പലരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു 4-5 ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്നവർ കേട്ടോ, അവർ അനങ്ങാതെ ഇങ്ങനെ നടക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരടുപ്പമില്ല. അടുപ്പില്ലേ? അയാളൊന്ന് മറിഞ്ഞു വീണാൽ യഥാർത്ഥത്തിൽ പൊക്കി എടുക്കേണ്ട ഞാനല്ലേ? അതെ അതെ, കറക്റ്റാ. അപ്പൊ അയാൾ ആലോചിക്കണം, അല്ലെങ്കിൽ ഞാനെന്ന് വീണാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് അയാളല്ല. അതെ അതെ. ഇത് ഇവർ ആലോചിക്കത്തില്ല. നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ, അമേരിക്കയിൽ പ്രത്യേകിച്ച്, അത് കുറച്ച് പടമായിരിക്കും എന്നാലും പ്രകടനമായിരിക്കും ചിലപ്പോൾ. പക്ഷേ അവർ ചോദിക്കും, എതിരെ വന്നിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്. ഇതൊക്കെ ഒന്ന് പറയുന്നതിന് എന്തായി കുഴപ്പം? അതെ, നമ്മളിങ്ങനെ ബലം പിടിച്ച് നമ്മളിങ്ങനെ എന്ത് ചെയ്യാനാണ്? നമ്മൾ ശരിക്കും റിലാക്സ് ആയിട്ട് നമുക്ക് ഇപ്പൊ നടക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റിലാക്സേഷന്റെ ഒരു ഇതാണ്, വലിയ ഭാഗമല്ല. അവിടെ ഞാൻ പറയുന്നത്. അവിടെ ഇപ്പം സ്വിറ്റ്സർലൻഡിന്റെ കാര്യം ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഇപ്പം ഈ മൊത്തത്തിൽ യൂറോപ്പിൽ, ഈവൻ ജർമ്മനിയിൽ അതുപോലെ തന്നെ, അവര് നമ്മളിപ്പം ജസ്റ്റ് നടക്കാനായിട്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ എതിരെ വരുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ ഗ്രീറ്റ് ചെയ്യും. അവിടുത്തെ ഒരു സിസ്റ്റമാണത്. അത് നമ്മൾ തിരിച്ച് ഗ്രീറ്റ് ചെയ്യും. ചിലപ്പം അവർ ചിരിച്ചുകൊണ്ടത് ഇത് ചെയ്യുക. അപ്പൊ അത് നമുക്ക് റിലാക്സേഷനാണ്. കാരണം നമ്മൾ ബലം പിടിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യർ തമ്മിലുള്ള ബന്ധം അതിന്റെ ഏറ്റവും വലുതല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, സമ്പർക്കം. ഒന്ന് പരസ്പരം ഒന്ന് അംഗീകരിക്കാൻ തയ്യാറാവുക, ഒന്ന് ബഹുമാനിക്കാൻ തയ്യാറാവുക. ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അത് എടുക്കുന്നതിൽ എന്താ തെറ്റ്? ഏതായാലും ഇതൊക്കെ ഞാൻ അവിടെ വന്നിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇടയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനത് പ്രാവർത്തികമാക്കാൻ നോക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഈ കൗണ്ടർ പാർട്ടായിട്ടുള്ള ആളുകൾ അവരും കൂടെ തയ്യാറായാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരാളെടുത്ത് നമുക്കൊന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വല്ലായ്മ തോന്നും. അതെ, ചിലപ്പോൾ അയാൾ ഒരു സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ ആ ഒരു വെറുപ്പിന്റെ ഒരു ഫീലിംഗ് ആയിരിക്കും മനസ്സിൽ വരുന്നത്. അത് ഏതായാലും ഇനി നമുക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോവാം. ഓക്കെ.